നിങ്ങളുടെ കയ്യിൽ ഇത് കണക്കൊരു ഫോർഡ് എൻഡേവർ ഉണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ ഞാൻ പറയുന്ന പ്രശ്നങ്ങളുണ്ടോ? എങ്കിൽ ഞാൻ പറയുന്ന ഭാഗങ്ങൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്തോണം. അതായത് വലിവും എടുപ്പ്, എത്ര വണ്ടി അങ്ങോട്ട് കാല് കൊടുത്താലും പ്രോപ്പറായിട്ട് റേസ് ആവാതെ പമ്മി 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 പയ്യെ 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 റേസായി കയറിയിട്ട് വണ്ടിക്ക് വലിവൊന്നും കാണിക്കാത്തൊരു സാഹചര്യം വരുന്നുണ്ടോ? മൈലേജ് കുറയുന്നൊരു സാഹചര്യം വരുന്നുണ്ടോ? നിങ്ങൾക്ക് വണ്ടിയിൽ എത്ര ഒരു തൃപ്തി കിട്ടാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഭാഗങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഫോർഡ് എൻഡേവറിൽ ചെക്ക് ചെയ്തു. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് ഫോർഡ് എൻഡേവർ ഉപയോഗിക്കുന്നുണ്ട്? ഈ കാണുന്നത് ഒരു ഫോർഡ് എൻഡേവർ ആണ്. 330 Nm ടോർക്കും 143 bhp വരുന്ന ഒരു 2500 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് CRD എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫോർഡിൻ്റെ എൻഡേവർ ആണ്. അതായത് ഓഫ് റോഡിൻ്റെ കിങ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു വാഹനം. പക്ഷേ ഇത് 2 വീൽ ഡ്രൈവ് ആണ്. അതായത് ഇത് റിയൽ വീൽ ഡ്രൈവ് മാത്രമാണ് ഈ ഒരു വാഹനം. ശരിക്കും പറഞ്ഞാൽ എൻഡേവറിൻ്റെ സ്പെയർ പാർട്സ് ആണെങ്കിലും എൻഡേവറിൻ്റെ സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിലും ഒരിത്തിരി പാടാണ് കിട്ടാനും സാധനങ്ങൾ ലഭിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി പാടാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ വലിയ കുറവ് വരികയാണെങ്കിൽ, അതായത് നിങ്ങളെ ഫോർഡ് എൻഡേവറിൽ വലിയ കുറവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഇത് കണക്കൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഫസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, സ്കാൻ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ വാക്വം മോഡുലേറ്റേഴ്സ്. അതായത് ഇത് കണ്ട, ഇതിപ്പം ടർബോയുടെ വാക്വം മോഡുലേറ്റർ ആണ്, EGR വാക്വം മോഡുലേറ്റർ. അതുപോലെ തന്നെ ഒരുപാട് ഇത് ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതെല്ലാം ഇളക്കി പിടുത്തിട്ടേക്കാണ്. ഇതിൻ്റെ വാക്വം ലൈൻസും വാക്വം മോഡുലേറ്റേഴ്സൊക്കെ കുറേ കാണാൻ പറ്റും. ഈ സൈഡിലോട്ട് തന്നെയാണ്, ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഇതാ ഇവിടെ കണ്ട, ഇവിടെയൊക്കെ ധാരാളമായിട്ട് വാക്കർ ലൈൻസും മോഡുലേറ്റേഴ്സും കാണാൻ പറ്റും. അപ്പം ഇത്തരം ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വാക്കർ മോഡുലേറ്റേഴ്സൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ലൈൻ വല്ലതും പൊട്ടിക്കിടയ്ക്കോ ഊരിക്കിടയ്ക്കോ വല്ലതൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലസ്റ്റർ ബോർഡിൽ വാർണിംഗ് ലൈറ്റ് വരികയോ അല്ലെങ്കിൽ സ്കാനിങ്ങിൽ ഏകദേശം കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗം നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ വണ്ടിയുടെ കാര്യത്തിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലും ആദ്യമേ ഒന്ന് കാണിച്ചു തന്നുകൊണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കരി കണക്ക് പിടിച്ച് നല്ല ഒരു പരുവായിട്ടിരിപ്പുണ്ട്. ഇതാ ഇത് കണ്ട, ഇതുപോലെ എല്ലാ സിലിണ്ടറിൻ്റെ ഭാഗത്തായിട്ടും ഇതേ സമാനമായ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. കണ്ട ഇതുപോലെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് വരികയാണെങ്കിലും ഇതേ സമാന സംഭവം തന്നെയാണ്. ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ സ്ലഡ്ജും കാര്യങ്ങളൊക്കെ കയറുന്നത് ഈ വാഹനങ്ങളുടെ പിക്കപ്പിനെയൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബാധിക്കും. ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതാ ഇതേപോലെ കണ്ട, ഈ ഭാഗത്തോട്ടൊക്കെ കാര്യമായ രീതിയിൽ അടവുണ്ട്. കണ്ട, ഇതൊക്കെ ഇനി കുത്തിയിരുന്ന് ചിരണ്ടി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം. കണ്ട, ഫ്രഷ് സംഭവമാണ്, ഇപ്പോൾ അങ്ങോട്ട് ഇളക്കി വെച്ചതേ ഉള്ളൂ സംഭവം. അതിൻ്റെ അകത്തുനിന്ന് ഇളകി വരുന്നില്ല സംഭവം എന്ന് വെച്ചാൽ കുഴ അതിൻ്റെ അകത്തോട്ടൊക്കെ നോക്കിയേ, ഫുള്ള് നല്ല രീതിയിലുള്ള കാര്യമായ രീതിയിലുണ്ട് കേട്ടോ. പൊന്നൂതാ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു എൻഡേവറിൻ്റെ ഈ ഒരു നമ്മൾ ഈ കാണുന്ന 2008 മോഡൽ എൻഡേവറിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ്. അപ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ ഒരു കാര്യം നിങ്ങൾ കണ്ടോ, നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ EGR യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയഫ്രമാണ് EGR യൂണിറ്റിനെ തുറന്നു കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം ഇതിൻ്റെ ടർബോ നമ്മൾ സർവീസിന് കൊടുത്തേക്കാണ്, റിപ്പയറിങ്ങിന് കൊടുത്തേക്കാണ്. ടർബോ ഓയിൽ ലീക്കാണ്. അപ്പോൾ അത് കോറിൻ്റെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ
ഇതിൻ്റെ കിറ്റ് മാത്രം മാറിയാൽ മതിയോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനൊരു സാഹചര്യം കണ്ട, ഇതിലിപ്പം നല്ല രീതിയിൽ സ്ലഡ്ജും കാര്യങ്ങളൊക്കെ കയറി കുഴ അഴുക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ട്, അഴുക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലഡ്ജ് എങ്ങനെയാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ EGR നിന്ന്, എക്സോസ്റ്റ് ഗ്യാസ് റീകണ്ടീഷനിൽ നിന്ന് വരുന്ന ആ ഒരു കാർബൺ ഡെപ്പോസിറ്റും അതുകൊണ്ട് തന്നെ ടർബോയിൽ നിന്ന് വരുന്ന ഓയിലും കൂടെ മിക്സ് ആയിട്ട് ഇതിൽ മൊത്തം അടിഞ്ഞ് നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പം ഈ ഒരു വിഷയം ഇപ്പം ഇതിൻ്റെ അകത്തൂടെ എയറിനെ സക്ക് ചെയ്ത് എഞ്ചിൻ്റെ ഉള്ളിൽ എത്തിക്കുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറേ വ്യത്യാസം വരും എന്നുള്ളതല്ലാതെ ഭയങ്കരമായ വിഷയങ്ങൾ വരുമോ എന്നുള്ളത് ചോദിക്കും. പക്ഷേ ഇതിലൊരു കാര്യം, ഇപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യമായ അഴുക്കും കാര്യങ്ങളും മനസ്സിലാവത്തില്ല. ഈ ഒരു MAP, മാനിഫോൾഡ് ആബ്സലൂട്ട് പ്രഷർ സെൻസറിൻ്റെ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഈ കരി അടിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ഞാൻ വന്ന സമയത്ത് ഇത് ഇളക്കി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഈ വാഹനത്തിൻ്റെ EGR കൂളിംഗ് സിസ്റ്റമാണ്. ഇപ്പം വണ്ടിക്കനുസരിച്ചോ വണ്ടിയുടെ പർപ്പസിനനുസരിച്ചോ ഉള്ള രീതിയിലല്ല, വളരെ ചെറിയ ഒരു കൂളിംഗ് സംവിധാനമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തേക്കുന്നത്. കൂളിങ്ങിൻ്റെ പൈപ്പൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞൊരു പൈപ്പാണ് കൊടുത്തത്. നമ്മളെ സ്വിഫ്റ്റിൻ്റെ വലിപ്പം പോലും ഈ ഒരു EGRൻ്റെ കൂളിംഗ് സംവിധാനത്തിലില്ല. പക്ഷേ ഇതും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. കാര്യം വെച്ചാൽ EGRൻ്റെ അകത്ത് വരുന്ന ബ്ലോക്കുകളൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ടർബോയെ വരെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ EGRൻ്റെ വാൽവ് നേരത്തെ കാണിച്ചു തന്ന ഇതൊന്ന് തിരിച്ചു വെച്ചോട്ടെ. അപ്പം ഇതാണ് നമ്മളെ വണ്ടിയുടെ EGRൻ്റെ കൂളിംഗ് യൂണിറ്റ് വരുന്നത് കേട്ടോ. ഇതിലിപ്പം സ്ലഡ്ജും കാര്യങ്ങളൊക്കെ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് ഇത് പ്രോപ്പറായിട്ട് ക്ലോസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് EGRൻ്റെ യൂണിറ്റ് ഇതാണ്, ഈ ഒരു ഡയഫ്രം വർക്ക് ആവുന്നില്ലെങ്കിലും ഈ പ്രശ്നം കാണിക്കും. അതുകൊണ്ട് തന്നെ ക്ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ടർബോയുടെ പെർഫോമൻസ് ഭയങ്കരമായ രീതിയിൽ കുറയും. ടർബോയുടെ പെർഫോമൻസ് കുറയുമെന്ന് വെച്ചാൽ ഇതിലിപ്പം ഫുൾ ടൈം തുറന്നിരിക്കുകയാണെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് ക്ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെ എക്സോസ്റ്റ് ഗ്യാസ് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടർബോയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ആ ഒരു എക്സോസ്റ്റ് പവർ കിട്ടത്തില്ല. അതായത് എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നാണ് ഇത് കറങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കറങ്ങാതെ വരികയും വണ്ടിക്ക് പവർ ലോസ് വരികയും ചെയ്യും. പവർ ലോസ് എന്നൊക്കെ വരുന്നത് വെച്ചാൽ അന്യായ രീതിയിലായിരിക്കും, നമുക്ക് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരിക്കും ഈ ഒരു വാഹനത്തിൽ പവർ ലോസ് കാണിക്കുന്നത്. ഇത് ഇൻ്റർകൂളറിലോട്ട് വരുന്ന ലൈനാണ് കേട്ടോ. ഇൻ്റർകൂളറിലോട്ട് വരുന്ന ലൈനിൽ ഇതിലിപ്പോൾ എന്താ ഇതുപോലെ ഓയിലിൻ്റെ അംശമുണ്ട്, കാണാൻ പറ്റുവാണേ. ഓക്കെ, അപ്പോൾ ഇത് കുറേയൊക്കെ തുറന്നപ്പോഴത്തേക്ക് പുറത്ത് പോയായിരുന്നു. ഇതുണ്ട, ഇതേ കണക്ക് ഓയിലിൻ്റെ ഒരു പ്രസൻസ് കാര്യമായ രീതിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ടർബോയുടെ കേസ് ഇട്ടാണ്. ടർബോയുടെ കിറ്റിനൊക്കെ കാലപ്പഴക്കം വരികയും ടർബോയിൽ നിന്ന് ലീക്കാവുകയും ചെയ്യുന്നൊക്കെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഇൻ്റർകൂളറും ചെറിയ ഒരു ഇൻ്റർകൂളറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റർകൂളർ വരുന്നത്. വളരെ ചെറിയ ഒരു ഇൻ്റർകൂളറാണ്. ഇതിൽ ഓയിൽ മൊത്തം പോയാടെ വെളിയിൽ. ഓക്കെ, ഇത് ചെറിയ ഒരു ഇൻ്റർകൂളറാണ്. ഇതിപ്പം ഓയിൽ കളയാൻ വേണ്ടി ചരിച്ച് സെറ്റാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഇൻ്റർകൂളറും ഇളക്കി ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇൻ്റർകൂളറിൽ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ സെല്ലുകളിലും മറ്റുമൊക്കെ ഓയിൽ വന്ന് അടിഞ്ഞിട്ട് കൃത്യമായ രീതിയിൽ ഒരു എയർ ഫ്ലോ നടക്കാതെ വരും. നിലവിൽ ഇതിലിപ്പം ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്തായാലും ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഈ ട്യൂബുകളിലൊക്കെ ഓയിലിൻ്റെ ഒരു കണ്ടന്റ് നിന്നിട്ട് ഇത് നേരെ എയറിൻ്റെ കൂടെ മിക്സായി എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോകാനും വാൽവുകൾക്കിടയിൽ സ്ലഡ്ജ് ഫോം ഉണ്ടാക്കാനും വാൽവുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫോർഡ് എൻഡേവർ ഉപയോഗിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടിച്ചു കഴിഞ്ഞ് വൃത്തിയാക്കി സെറ്റാക്കി വെക്കണം. അപ്പം ഇത് വാഷ് ചെയ്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് കയറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു എൻഡേവറിൻ്റെ വീഡിയോ 2-3 ദിവസത്തിന് തന്നെ പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും വലിവ് കുറവ് ഫീൽ ചെയ്യുകയോ അതെല്ലാം അവിടെ നിൽക്കട്ടെ. എല്ലാ 30,000 കിലോമീറ്ററിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, എല്ലാ 30,000 കിലോമീറ്ററിലും ഇതിൻ്റെ EGR, ഇൻ്റർകൂളർ, മാപ്പ് സെൻസർ, എയർ ഫ്ലോ സെൻസർ, പറ്റുമെങ്കിൽ ഇല്ലറ്റ് മാനിഫോൾഡ് ഫസ്റ്റ് ഇളക്കിയാണെങ്കിൽ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാ 30,000 ഇളക്കുമ്പം എല്ലാ പ്രാവശ്യവും ഇല്ലറ്റ് മാനിഫോൾഡ് ഒരു പക്ഷേ ഇളക്കേണ്ടി വരത്തില്ല. എന്നാലും പറ്റുമെങ്കിൽ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ഫോർഡ് എൻഡേവർ നല്ല രീതിയിൽ നല്ല കരുത്തോടുകൂടി ആ ഒരു പവറോടുകൂടി തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഉപയോഗിക്കാനും കഴിയുള്ളൂ. ഉറപ്പായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ എൻഡേവറിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ എൻഡേവർ ഉള്ളവർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.